പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്ന് കരുതി കണക്കിലേറെ കഴിക്കരുത്, പണികിട്ടും. ഇക്കാര്യങ്ങളറിയാം. ജംഷീദ് പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നവരാണ് ഇന്ന് മിക്കവരും. നമ്മുടെ ആരോഗ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പോഷകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ ഓരോ കോശവും പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പേശികൾ, ചർമ്മം, എൻസൈമുകൾ, ഹോർമോണുകൾ എന്നിവയുടെയെല്ലാം നിർമ്മാണ ഘടകമാണിത്. കൂടാതെ പ്രോട്ടീൻ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുകയും മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കുകയും കോശങ്ങളുടെ ദൈനംദിന കേടുപാടുകൾ തീർക്കുന്നതിൽ പങ്കുവഹിക്കുകയും ചെയ്യുന്നു. പ്രോട്ടീൻ വയറു നിറഞ്ഞെന്ന തോന്നലുണ്ടാക്കുകയും അതുവഴി കൂടുതൽ നേരം വിശപ്പില്ലാതിരിക്കാനും ഭാരം നിയന്ത്രിക്കാനും സഹായിക്കും ചെയ്യുന്നു. പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ അറിയുന്നതുകൊണ്ടുതന്നെ ആളുകൾക്കിടയിൽ പ്രോട്ടീൻ ചേർത്ത ജ്യൂസുകൾ, ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ പാൽ, തൈര് എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചുവരികയാണ്. കൂടുതൽ കഴിച്ചാൽ കൂടുതൽ ഗുണം കിട്ടുമെന്ന ചിന്താഗതിയുള്ളവരാണ് അതിൽ മിക്കവരും. എന്നാൽ ഈ പ്രവണത ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. പ്രോട്ടീൻ അമിതമായി ഉപയോഗിക്കുന്നവരാണോ? എത്രളവ് പ്രോട്ടീനാണ് നമുക്കാവശ്യമായുള്ളത്? ഇതിന്റെ ഉത്തരമറിയണമെങ്കിൽ റെക്കമെൻഡഡ് ഡയറ്ററി അലോവൻസസ്, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് RDA എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു നിശ്ചിത പ്രായത്തിലും ലിംഗത്തിലുമുള്ള ആരോഗ്യമുള്ള എല്ലാ ആളുകളുടെയും 97 മുതൽ 98% വരെ പോഷക ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമായ ശരാശരി ദൈനംദിന അളവാണ് RDA. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR ആരോഗ്യമുള്ള മുതിർന്നവർക്ക് ഒരു ദിവസം ശരീരഭാരത്തിലെ ഓരോ കിലോഗ്രാമിനും 0.6 മുതൽ 0.8 ഗ്രാം വരെ പ്രോട്ടീൻ ശുപാർശ ചെയ്യുന്നു. സാധാരണ ശാരീരികാധ്വാനവും സമീകൃതാഹാരവും ഉള്ളവരെ അടിസ്ഥാനമാക്കിയാണിത്. പ്രോട്ടീനടങ്ങിയ ചില ഭക്ഷണങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. ദിവസവും 2 മുതൽ 3 വരെ തവണ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ, 1 മുതൽ 2 വരെ തവണ പാൽ ഉൽപ്പന്നങ്ങൾ, പാൽ, തൈര്, പനീർ. ധാന്യങ്ങൾ, റൊട്ടി, തവിടുള്ള അരി പോലുള്ളവ. കശുവണ്ടിപ്പരിപ്പുകളും വിത്തുകളും. മുട്ട, മത്സ്യം അല്ലെങ്കിൽ കോഴിയിറച്ചി സസ്യാഹാരികൾ അല്ലാത്തവർക്ക്. പ്രോട്ടീനിന്റെ അമിതോപയോഗം കൊണ്ടുള്ള പ്രശ്നങ്ങൾ. ഭക്ഷ്യവ്യവസായം പ്രോട്ടീനെ ഒരു സൂപ്പർഫുഡ് ആയി വിപണനം ചെയ്യുകയും ജ്യൂസുകൾ, ബിസ്ക്കറ്റുകൾ, ലഘുഭക്ഷണങ്ങൾ, എന്തിന് കുപ്പിവെള്ളത്തിൽ പോലും ചേർക്കുകയും ചെയ്യുന്നു. അമിതമുള്ള പ്രോട്ടീൻ പേശികളിൽ സംഭരിക്കപ്പെടുന്നില്ല. പകരം അത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കൊഴുപ്പായി മാറുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. സപ്ലിമെന്റുകൾ, മറ്റ് സ്രോതസ്സുകൾ തുടങ്ങി അമിതമായി പ്രോട്ടീൻ കഴിക്കുന്നത് വൃക്കകൾക്ക് പ്രശ്നമുണ്ടാക്കാം. നിർജ്ജലീകരണത്തിനും ഇത് കാരണമാകും. നാരുകൾ, വിറ്റാമിനുകൾ തുടങ്ങിയ മറ്റു സുപ്രധാന പോഷകങ്ങൾ ശരീരത്തിന് ലഭിക്കുന്നതിന് തടസ്സമാകാം. അനാവശ്യമായ കലോറി ഉപഭോഗത്തിനും ശരീരഭാരം വർദ്ധിക്കുന്നതിനും ഇടയാക്കും. കായികാധ്വാനം കുറഞ്ഞവരിൽ സപ്ലിമെന്റുകളിൽ നിന്നുള്ള അമിതമായ പ്രോട്ടീൻ അധിക പ്രയോജനമൊന്നും നൽകുന്നില്ലെന്നും അത് മെറ്റബോളിക് സ്ട്രെസ്സിന് കാരണമായേക്കാമെന്നുമാണ് ജേണൽ ഓഫ് ന്യൂട്രീഷനി ഇൽ 2020 പ്രസിദ്ധീകരിച്ച ഒരു പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. ആർക്കെല്ലാമാണ് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുള്ളത്? ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, കായികതാരങ്ങൾ അല്ലെങ്കിൽ കഠിനമായി വ്യായാമം ചെയ്യുന്നവർ, പ്രായമായവർ, അസുഖമുള്ളവർ, രോഗമുക്തി അല്ലെങ്കിൽ ശസ്ത്രക്രിയ തുടങ്ങിയ സാഹചര്യങ്ങളിലുള്ളവർക്കെല്ലാം പ്രോട്ടീൻ കൂടുതൽ കഴിക്കേണ്ടി വന്നേക്കാം. ഈ സാഹചര്യങ്ങളിൽ പോലും കൃത്രിമമായി പ്രോട്ടീൻ ചേർത്ത ഉൽപ്പന്നങ്ങളെ അമിതമായി ആശ്രയിക്കുന്നതിനേക്കാൾ സുരക്ഷിതവും പര്യാപ്തവുമായത് പരിപ്പ്, പാൽ, മുട്ട, നട്ട്സ്, കൊഴുപ്പ് കുറഞ്ഞ മാംസം പോലുള്ള സ്വാഭാവിക ഭക്ഷണ സ്രോതസ്സുകളാണ്. പല ഇന്ത്യൻ ഭക്ഷണരീതികളിലും പ്രത്യേകിച്ച് അന്നജം കൂടുതലായി അടങ്ങിയ പ്രഭാതഭക്ഷണത്തിൽ അല്പം പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. എന്നാൽ അതിനർത്ഥം എല്ലാവർക്കും പ്രോട്ടീൻ വെള്ളമോ പ്രോട്ടീൻ പൗഡറോ ആവശ്യമാണ് എന്നല്ല. നിങ്ങളുടെ ജീവിതശൈലിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രോട്ടീൻ ഉപഭോഗം വർദ്ധിപ്പിക്കുക. എല്ലാറ്റിനുമുപരിയായി വിപണന തന്ത്രങ്ങളിൽ വീഴാതെ പ്രോട്ടീന്റെ സ്വാഭാവിക ഉറവിടങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷീദ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ.